അന്ന് വനിതയുടെ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്നു എബ്രിഡ് ഷൈൻ. അതെ. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു സുഹൃത്ത് വഴി ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ വനിതയിലെ ഏറ്റവും നല്ല ക്യാമ്പസ് പിക്ചേഴ്സും നല്ല സ്റ്റുഡൻസിൻ്റെയൊക്കെ പിക്ചേഴ്സ് വരുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഈ 2 കോളേജ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് എനിക്ക് ടൈമില്ല, ഈ കോളേജിൻ്റെ അപ്രൂവൽസും പ്രോസസ്സും അഫിലിയേഷൻസും ഒക്കെ ആയിട്ട് നല്ല ബിസിയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രോഷറിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ആ ഫോട്ടോസ് നന്നായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും വനിതയുടെ ഒരു ചീഫ് ഫോട്ടോഗ്രാഫർക്കാണ് അല്ലോ പറ്റുക. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പം പുള്ളി പറഞ്ഞു അത് ചെയ്തു തരാം. അങ്ങനെ നല്ല കോസ്റ്റായി. അന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കോസ്റ്റിലാണ് ആ ബ്രോഷറിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എൻ്റെ 2 കോളേജും വിസിറ്റ് ചെയ്തു. 2 ക്യാമ്പസുകളും അന്ന് കൺസ്ട്രക്ഷൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഫോട്ടോസ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസ് നന്നായി ചെയ്തപ്പോൾ ഞാനും പുള്ളിയായിട്ട് വളരെ അധികം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് നന്നായി ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. ഈവൻ അതിൽ അന്ന് മോഡൽസായിട്ട് ഉപയോഗിച്ച് വരുന്നവർ വേറൊരു കാര്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അവരാണ് പിന്നീട് വലിയ അത്യാവശ്യം നല്ല ഫിലിം സ്റ്റാർസുകളൊക്കെ ആയിട്ട് വരുന്നത്. സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ടൊവിനോ അന്ന് ആ ബ്രോഷറിൽ മോഡലാണ്, സ്റ്റുഡൻ്റായിട്ട് അഭിനയിച്ചിരുന്നു. പ്രയാഗ മാർട്ടിൻ, സൃന്ദ, പിന്നെ തെലുങ്കിലൊരു ഹീറോയിനായിട്ടുള്ള ഋഷിക സിംഗ്, പിന്നെ ഒരു തെലുങ്കിൽ തന്നെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മാളവിക നായർ, അങ്ങനെ കുറേ പേര്. അപ്പോൾ ആ ഒരു ഫോട്ടോസ് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് വളർന്നു. അപ്പോഴും എനിക്കങ്ങനെ സിനിമ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഞാൻ സിനിമാക്കാരെ കുറച്ചുകൂടി കൂടുതൽ കാണാറുണ്ട്, കാരണം ഉള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമ ചെയ്യണം എന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സ്റ്റോറി 1983 സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ഭയങ്കര ഇൻസ്പയറിങ് സ്റ്റോറിയായിരുന്നു അത്. ആ സ്റ്റോറി ആൾക്കാരിലേക്ക് എത്തണം, അതിനോടുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ് ആക്ച്വലി അത് സിനിമയായിട്ട്. ആ സ്റ്റോറിയാണ് ഇഷ്ടപ്പെടുന്നത് ശരിക്കും.